ഫാമിലി വീക്ക് ഇപ്പോഴേ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ശരിക്കും ജനങ്ങളുടെ, പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കണ്ടസ്റ്റൻസിന്റെ ആകുമ്പോൾ മാത്രം, അതായത് ഒരു ടോപ്പ് 5 ഒരു ടോപ്പ് 7 വന്നാൽ മാത്രം കൊണ്ടുവന്നാൽ മതിയായിരുന്നില്ലേ? ഇപ്പൊ നടക്കേണ്ടിയിരുന്നത് എവിക്ഷൻസ് ആണ്, ടാസ്കുകളാണ്, ഇൻഡിവിജ്വൽ ടാസ്കുകൾ. അതുമാത്രമല്ല കോടതി ടാസ്ക്, അതേപോലെ തന്നെ ഫോൺ ബൂത്ത് കോൾ സെന്റർ ടാസ്ക്, ഇതുപോലത്തെ ടാസ്കുകളല്ലേ വരേണ്ടിയിരുന്നത്. ഇപ്പൊ ഈ ഫാമിലി വീക്ക് കൊണ്ടുവന്ന് അവരെ ഒരു ദിവസം സ്റ്റേ ചെയ്യിച്ച് സത്യമായിട്ടോ അവർ കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒന്നും അവിടെ ഇല്ല. ഫാമിലി വന്നിട്ട് പറയാനായിട്ട് ആകെ കൂടെ ഉള്ളത് ഒരു ജാസ്മിന്റെ ഫാമിലി വരാൻ ആൾക്കാർ ഉറ്റുനോക്കുന്നുണ്ടാവും, എന്തായിരിക്കും അവർ വന്ന് പറയുന്നത്. കാര്യം ജാസ്മിനോടെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ജിൻഡോയുടെ ഫാമിലി, ഇതൊഴിച്ച് ബാക്കി പിന്നെ കൂടിപ്പോയ സിജോയുടെ ഫാമിലി, ഈ 3 പേരെ. കാര്യം സിജോയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് കൊണ്ട് അമ്മയെ ആദ്യമായിട്ട് കാണുന്നു. ഇത് കൂടാതെ അവിടെ ആരുടെ ഫാമിലിനെ ആയിരിക്കും ആൾക്കാർ ഇത്രയ്ക്ക് ത്വരയായിട്ട് കാത്തിരിക്കുന്നത്? അപ്പൊ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അവർ ഗെയിമിൽ നിന്ന് മാറിപ്പോവുകയല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ എൻ്റെ ഒരു നിരീക്ഷണമാണ് ഞാൻ അത് പറയുന്നത്. ഇത്രയും ലൈവ് കണ്ടതിൽ വെച്ചിട്ട് ഇപ്പം അൻസിബയുടെയും റഷീയുടെയും വീട്ടുകാർ വന്നു, അത് കഴിഞ്ഞ് അവർക്ക് പ്രത്യേകിച്ച് പുറത്തെ കാര്യങ്ങളോ ഒന്നും അവർക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഒരു കോൺട്രവേഴ്സിയോ ഒന്നുമില്ല. അപ്പോൾ പ്രത്യേകിച്ച് അവർ സ്റ്റേയും കൂടിയുണ്ട്, അവർ നിൽക്കുന്നതും കൂടിയുണ്ട് വീട്ടിൽ. അപ്പോൾ ഇവർ വന്നത് കാരണം അവർക്ക് സന്തോഷമാവുന്നുണ്ട്, അവർക്ക് എനർജി ബൂസ്റ്റപ്പ് ആവുന്നുണ്ട്, അവർ കളിച്ചു ചിരിക്കുന്നു. പക്ഷേ ഇതിൽ കൂടുതലായിട്ട് വേറെ ഒന്നുമില്ല. നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ട് നമ്മുടെ അൻസിബയുടെ അമ്മയൊക്കെ വന്നിട്ട് നേരെ കിച്ചണിലേക്കൊക്കെ കയറി, ഋഷിയുടെ അമ്മ കിച്ചണിൽ കയറി അവരുടെ ഒപ്പം കൂടി. പക്ഷെ അവരുടെ ഗെയിം അതിൻ്റെ ഇടയിൽ ഇല്ല, ഗെയിം ഇല്ല അവർക്കിപ്പം. അവർക്ക് ഗെയിം പരമായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. കാര്യം അമ്മമാരും അനിയന്മാരും ഒക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. പക്ഷെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇതല്ല. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് കളി മുറുകുക, എങ്ങനെയെങ്കിലും 13 പേരിൽ നിന്ന് 5 പേരിലേക്ക് വരണം. ഇതൊക്കെയാണ് ആൾക്കാർ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതാണ് ആ സമയത്ത് ഇത് കൊണ്ട് വെക്കുമ്പോൾ പ്രേക്ഷകർ അയ്യ ഇതെന്തോന്ന് എന്നുള്ളൊരു രീതിയിൽ വരുന്നുണ്ട് പ്രേക്ഷകർ. കാര്യം ആൾക്കാർക്ക് ഇപ്പൊ ഇതല്ല കാണേണ്ടത്. ആൾക്കാർക്ക് ഇപ്പൊ കാണേണ്ട ടാസ്കുകളാണ്, ഭയങ്കരമായ ടാസ്കുകൾ. അതായത് കോടതി ടാസ്ക് പോലത്തത്, കോൾ സെന്റർ ടാസ്ക്, ഫോൺ ബൂത്ത് ടാസ്ക്, അതേപോലെ പേടക നമ്മൾ ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ നേരം ഇരിക്കുക, ഏറ്റവും കൂടുതൽ നേരം ഒരു പെട്ടിക്കകത്ത് ഇരുന്നിട്ട്, അല്ലെങ്കിൽ പ്രഷർ കുക്കർ ടാസ്ക്, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ അതേപോലത്തെ ടാസ്കുകൾ ഇൻഡിവിജ്വലായിട്ട് അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു 6-7 പേരെ അവർക്ക് വേണം പ്രേക്ഷകർക്ക്. എന്നിട്ട് അവർക്ക് ടോപ്പ് 6 ടോപ്പ് 7 വേണം. അത് കഴിഞ്ഞിട്ട് മതി അവരുടെ ഫാമിലി വന്ന് അവരെ കാണുന്നത്. അല്ലാണ്ട് ഇപ്പോഴേ ഈ 13 പേരിൽ ഒരുപാട് പേരെ പ്രേക്ഷകർക്ക് വിട്ട് പോകണം. ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ കമന്റിൽ ഞാൻ കാണുന്ന ഇവർ പോട്ടെ എന്നാണ്. അതായത് അവരുടെ ഫാമിലിയെ കാണുന്ന, ഇവരുടെ ഫാമിലി, ഇതൊന്നുമില്ല. കൂടിപ്പോയ ആൾക്കാർക്ക് കാണാൻ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ജാസ്മിന്റെ ഫാമിലി ആയിരിക്കും. കാരണം ആ പുള്ളിക്കാരി അത്രമാത്രം കോൺട്രവേഴ്സി പുറത്ത് കിടക്കുന്നുണ്ട്, അകത്തും അത് കാണണം. എങ്ങനെ അവരുടെ ഫാമിലി കയറിയിട്ട് സംസാരിക്കും? അത് ഗബ്രിയും കൂടെ അകത്തുണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലായേനെ, അത് വേറെ ലെവലായിട്ട് പോയേനെ. അല്ലേ സത്യം എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും അല്ലേ ആണ് പിന്നല്ലാണ്ട് പിന്നെ അതാണ്. അപ്പൊ അത് ഗബ്രിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് വേറെ ലെവലിലിട്ട് വിട്ട് പോയേനെ. എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷ ഭരിതമായിട്ട്. അപ്പൊ ഇപ്പൊ ആകെ കൂടെ പിന്നെ ജിൻഡോ ഓൾറെഡി നമ്മളെ പോളിലൊക്കെ മുന്നിലാണ്. അപ്പൊ അതുകൊണ്ട് ജിൻഡോയുടെ ഫാമിലി കയറുമ്പോൾ, പിന്നെ സിജോയുടെ ഫാമിലി കയറുമ്പോൾ, അതായത് നമ്മൾ എന്താണ് പുള്ളിക്കാരനൊരു ഇടി കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ അമ്മ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ചെറിയൊരാകാം, അത് കണ്ടു കഴിയുമ്പോൾ അതങ്ങ് തീരും. പിന്നെ ഒന്നുമില്ല അവിടെ പറയാൻ, പിന്നെ ഒന്നും ഡിസ്കസ് ചെയ്യാൻ എന്തിരിക്കുന്നു. അല്ലെങ്കിൽ ചില തമിഴ് ബിഗ് ബോസിലുമൊക്കെ കണ്ട പോലെ നമ്മൾ അത് ഒരു കഥയുണ്ട്, ഒരു സ്റ്റോറിയുണ്ട്, അകത്ത് വന്ന് പറയാൻ കാര്യങ്ങളുണ്ട് മോളെ, നീ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇപ്പോഴേ അവിടെ പോയിട്ട് ഋഷിയൊക്കെ പറഞ്ഞ അമ്മയ്ക്കൊന്ന് ഉറങ്ങണം ബിഗ് ബോസേ, അവരവിടെ അവരുടെ ഗെയിം നടക്കുന്നില്ല. ഇവരിവിടെ കളിയും ചിരിയും പറഞ്ഞ് അവരുടെ കാര്യം അവർക്ക് പറയാൻ പറ്റത്തില്ല. അമ്മയും അനിയനും ഇരിക്കുന്നു, അവൻ അങ്ങനെയാണ്, അവനെ പുറത്താക്കണം, ഇങ്ങനെ പറയാൻ പറ്റൂ? ഗെയിം ഡിസ്കസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. കാര്യം അമ്മ ഇവിടെ കൂടെ ഉണ്ട്. അപ്പം അത് മാത്രമല്ല അവർ സ്റ്റേയും ഉണ്ട്. അവർ പോയിരുന്നെങ്കിൽ അവർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഗെയിം ഓൺ ആവും. ഇത് ഗെയിം ഓഫാണ്. ഇപ്പം ഒരാഴ്ചത്തേക്ക് ഗെയിം പക്ക ഓഫാണ്. പിന്നെ ആകെ കൂടെ എനിക്ക് തോന്നുന്നു ജാസ്മിൻ, ഇനി ആരാണ് അടുത്ത്, ഇനി അർജുൻ്റെയും ശ്രീധുവിൻ്റെ ആൾക്കാരാണ്. ഞാൻ ഇന്നലെ അർജുൻ ഇന്ന് കയറുമെന്നാണ് പറഞ്ഞത്, പക്ഷെ ഇന്ന്
ഇന്ന് അർജുൻ്റെ വീട്ടുകാർ ഇന്ന് കയറും, ശ്രീധുവിൻ്റെ വീട്ടുകാർ ഇന്ന് കയറും. പിന്നെ പുറത്ത് അവരുടെ ഒരു കോംബോ, അകത്ത് വലിയൊരു കോംബോ ആയിട്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല, സത്യം തുറന്ന് പറയാം. എനിക്ക് വലിയൊരു കോംബോ ആയിട്ടും തോന്നില്ല. അവർ ഓൾറെഡി ഒരു കോംബോ ആയിട്ട് ഇങ്ങനെ അർജുൻ ശ്രീധു, നേരത്തെ സിജോ ആയിരുന്നു, പിന്നെ അത് ശ്രീധു അർജുനായിട്ട് മാറി. അങ്ങനെ ഒരു കോംബോയിൽ ഇങ്ങനെ പുറത്ത് ഇൻസ്റ്റാഗ്രാമിൽ പാട്ടൊക്കെ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട്സാണ്. അവിടെയുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സാണ്. അപ്പോൾ ആ ഒരു കോംബോയിൽ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും വീട്ടുകാർ ഇന്ന് കയറും. അപ്പോൾ അതിൽ അവരുടെ കോംബോക്കാർക്ക് കുറച്ച് നേരം ഉണ്ടാവും കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ എന്തോന്നിരിക്കുന്നു, ഒന്നുമില്ല. ഞാൻ പറയാൻ ഒന്നുമില്ല. പിന്നെ കഴിഞ്ഞൊരു ടാസ്കിൻ്റെ പ്രൊമോ വന്നു, സോപ്പ് തേച്ച് കുളിക്കൽ ടാസ്ക്. അതായത് 3-4 പേര് ഷവർ വെച്ചിട്ടുണ്ട്, സോപ്പ് എടുത്ത് തേച്ച് വരച്ച് എത്രയും പെട്ടെന്ന് സോപ്പ് തീർക്കുന്നു, അതാണ് അവർക്കാണ് സമ്മാനം. അതിൽ അഭിഷേക്, സിജോ, എന്താണ് ഋഷി, നോറ, സായി ഒക്കെ തേച്ച് കുളിക്കുന്നുണ്ട്. അതൊരു ടാസ്ക്കാണ്. അല്ലാണ്ട് ബിഗ് ബോസ് പരമായിട്ടുള്ള ഒരു ഗെയിമോ ടാസ്കോ ഇല്ല, അത് പറ്റത്തില്ല. അപ്പം മിക്കവാറും ഞാൻ പറഞ്ഞ പോലെ 1.5 ആഴ്ച ഉണ്ടാവും ഈ ഫാമിലി വീക്ക്, 1.5 ആഴ്ച. അതിൽ ഇപ്പോഴൊന്നും എനിക്ക് തോന്നുന്നില്ല. ജാസ്മിൻ്റെ വീട്ടുകാരൊക്കെ മിക്കവാറും ജിൻഡോയുടെയൊക്കെ ലാസ്റ്റ് ആയിരിക്കും വരുന്നത്, മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അല്ലാണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും. തുടക്കത്തിലേ കൊണ്ട് വെക്കുകയൊന്നുമില്ല. തുടക്കത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞല്ലോ. അപ്പോൾ അവസാനം വെക്കാനുള്ള കാരണം എന്താണ്? ആ ആൾക്കാർ ക്യൂരിയസ് ആയിരിക്കും, കാത്തിരിക്കും, ഇത് എന്തായിരിക്കും അത്രേ ഉള്ളൂ. അത് കയറി കഴിയുമ്പോൾ അത് കഴിയുകയും ചെയ്യും. ഞാൻ ഉള്ള കാര്യം പറയുന്നതാണ് നിങ്ങളടുത്ത്. അപ്പോൾ ഇതേ ഉള്ളൂ. പിന്നെ എല്ലാവരും അവിടെ എല്ലാവരും ഒത്തിരുന്ന് സംസാരിക്കുന്നത്. എല്ലാവരും ഒത്തിരിക്കുമ്പോൾ നമുക്ക് ഗെയിമിൻ്റെ കാര്യമോ അല്ലെങ്കിൽ അവരെക്കുറിച്ചോ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരെക്കുറിച്ചും പോസിറ്റീവ് വൈബ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പോസിറ്റീവ് വൈബ്സ് അത് ഇപ്പോൾ പോസിറ്റീവ് അല്ല. ഇപ്പോൾ ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗെയിമും ടാസ്കുകളുമാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന കാര്യം അവർക്ക് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ പ്രതീക്ഷിക്കാതെ കൊണ്ട് കൊടുത്ത പോലെ. അതാണ് ഞാൻ പറയുന്നത്. ആൾക്കാർക്ക് ഇപ്പോൾ ഇത് വേണ്ട. ആൾക്കാർക്ക് വേണ്ടത് ഒരു ടോപ്പ് 7 ആണ്. ഇപ്പം നമുക്ക് ടോപ്പ് 7 വേണം, ഒരു 4 പേരെ ഇവിടുന്ന് ഔട്ടാക്കണം. അതാണ് ആൾക്കാർക്ക് വേണ്ടത്. അല്ലാണ്ട് ഇതൊന്നും ആൾക്കാർക്ക് കാണാൻ ആഗ്രഹമില്ല എന്നാണ് എൻ്റെ ഒരു ഫീല് കേട്ടോ. എനിക്കൊരു ഫീല് വരുന്നത് കമൻറ്റ് ബോക്സിൽ നിന്നും ഒക്കെ ആൾക്കാർ ആഗ്രഹിക്കുന്നത് ഇപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇന്നലെ ഞാൻ പോൾ ഇട്ടായിരുന്നു. പോളിലൊക്കെ ഭയങ്കരമായ രീതിയിലുള്ള വോട്ടിങ് അല്ലെങ്കിൽ പോളുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പുറത്താവുന്നതാണ് ഇഷ്ടം. അവിടെ മിണ്ടാതിരിക്കുന്ന ഒരാൾ പുറത്താവണം എന്നല്ല, കളിക്കാതിരിക്കുന്ന ആൾ പുറത്താവണം എന്നല്ല, ഇഷ്ടപ്പെടാത്ത ഒരാൾ പുറത്താവണം. അപ്പോൾ അവിടെ സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാർ നിൽക്കും, അത് ഉറപ്പിച്ചു. ഒന്നും കളിക്കാതെ അവിടെ നിന്നാൽ മതി, നിൽക്കും. ഒന്നും കളിക്കണ്ട, അടുത്ത ബിഗ് ബോസിലൊക്കെ പോയി ഒന്നും കളിക്കണ്ട. ദൈവമേ, ചെയ്ത് കളയല്ലേ അങ്ങനെയൊന്നും, പ്ലീസ്. ആ നിമിഷത്തേക്ക് മാത്രമേ നിങ്ങളെ ആൾക്കാർ വെറുതെ വിടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ജീവിതകാലം മൊത്തം അതും പറഞ്ഞ് നിങ്ങളെ പുറകെ ഉണ്ടാവും. നീ ഒന്നും കളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്തിട്ട് പോയി സേഫ് ഗെയിം കളിക്കാൻ നിൽക്കല്ലേ ആരും ഇതും വിചാരിച്ചിട്ട്. ഔട്ടാകും. താൽക്കാലികമായി നിങ്ങളൊരു 2 ആഴ്ച കഴിഞ്ഞാൽ ഔട്ടാവത്തുള്ളൂ സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാർ. പക്ഷെ നിങ്ങളെ ലൈഫ് ലോങ് നിങ്ങളെ പറയും അതും പറഞ്ഞിട്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഷിജുവിനെയൊക്കെ പറയുന്നുണ്ടില്ലേ, പറയും. അപ്പം മാത്രം നിങ്ങളെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും, ഓ സൂപ്പർ എന്ന്. അത് നിങ്ങളോട് ഒരു ഇഷ്ടക്കേടില്ലാത്തത് കൊണ്ടാണ്. ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഔട്ടാക്കും. പക്ഷേ ഈ ഇഷ്ടക്കേടില്ലാത്ത ആൾക്കാർ, ഒന്നും കളിക്കാതെ അവിടെ വെറുതെ നിൽക്കുന്ന ആൾക്കാരെ പിന്നെ നീ എന്ത് കളിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ എന്തെങ്കിലും കളിച്ചാ, നീ മറ്റുള്ളവർ നമ്മൾ വെറുത്തോണ്ട് നിങ്ങളെ ഔട്ടാക്കി, നിന്നെ അവിടെ പിടിച്ച് നിർത്തി, അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ എനിക്ക് കമൻറ്റ് വരുന്നത്, ഭയങ്കര ഹാർഷായിട്ടുള്ള കമൻറ്റ്സ് ആയിരിക്കും വരുന്നത്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ആകെ കൂടെ ഇപ്പം ഉണ്ടായിരുന്ന ആൾക്കാരും കൂടി ലൈവ് ഇന്ന് പോയി, കുറച്ചുകൂടെ വേറെ ആൾക്കാരുണ്ടാവുമായിരുന്നു, അതും കൂടെ പോയി കിട്ടി. അപ്പോൾ ഇതൊരു 1.5 ആഴ്ച ഇത് കടുപ്പമാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇവർക്കൊരു വീക്ക്ലി ടാസ്ക് ഒക്കെ കൊടുത്തെങ്കിൽ കൊള്ളായിരുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഫാമിലി വന്നിട്ട് എല്ലാവരും കൂടി ഒന്ന് ചെയ്യിക്കുന്നില്ല. മിക്കവാറും ഇന്ന് നാളെ രാവിലെ ആകുമ്പോൾ ഋഷിയുടെ പാരൻസ്, ഋഷിയുടെയും അൻസിബയുടെയും ആൾക്കാർ പോവും. അത് കഴിഞ്ഞ് അടുത്ത ആൾക്കാർ വരും, അങ്ങനെയായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഒരാഴ്ച കൊണ്ടൊന്നും ഇത് തീരൂല. മിക്കവാറും ഒരു ചൊവ്വാഴ്ച വരെയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞായിരിക്കാം നടക്കാൻ പോകുന്നത് ലാലേട്ടൻ്റെ വീക്കെൻഡൊക്കെ, ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ കൂടെ. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ലൈവ് കാണുന്നവർ പറയുക. എപ്പിസോഡിൽ മിക്കവാറും ഇതിൻ്റെയൊക്കെ ഒരു ചുരുക്കലായിരിക്കും. അപ്പോൾ അധികം നമുക്ക് ലാഗ് ഒന്നും ഫീൽ ചെയ്യൂല. ലൈവ് കാണുന്നവർക്കായിരിക്കും ലാഗ് അടിക്കുന്നത്, നമുക്ക് ലൈവ് അപ്ഡേറ്റ് ഇടുന്നവർക്കായിരിക്കും ലാഗ് അടിക്കുന്നത്, കണ്ടന്റ് ഇല്ലാത്തത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.